ജയ് മോഹൻജി. വിശുദ്ധിയുടെ ശക്തി. അധ്യായം 2. കർമ്മം. കാർമ്മിക വഴിയടയാളങ്ങൾ. ചോദ്യം: കർമ്മത്തെക്കുറിച്ച് പല പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമായി എനിക്ക് തോന്നുന്നു. അങ്ങ് മുമ്പ് കർമ്മത്തെക്കുറിച്ച് തന്നിട്ടുള്ള ഉത്തരങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങയുടെ ഉത്തരങ്ങൾ ആത്മാർത്ഥതയുള്ളതും വിശ്വസിക്കത്തക്കതും വ്യക്തവും ആണെന്ന് എനിക്ക് തോന്നുന്നു. കർമ്മം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും എങ്ങനെയാണ് പലപ്പോഴും ഒരാളുടെ പ്രവൃത്തികൾ സമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിയാതാകുന്നതെന്നും ഉള്ളതിന് ഒരു ഉദാഹരണം തന്നാൽ നന്നായിരിക്കും. ജീവിതത്തിൻ്റെ പതിവ് പാത വിട്ട് നടക്കുന്നവരെ സമൂഹം പുറന്തള്ളുകയും പലപ്പോഴും കൊല്ലുകയും ചെയ്യുന്നു എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. ഉത്തരം: എനിക്ക് കർമ്മത്തെ ലളിതമായ ഭാഷയിൽ വിവരിക്കുവാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർമ്മം സങ്കീർണമാണ്. എണ്ണമറ്റ പരിവർത്തനങ്ങളും കൂടിയോജിക്കലും കർമ്മത്തിൽ സാധ്യമാണ്. ഒരു പ്രവൃത്തിയും വികാരവും ചേർന്നത് നമ്മുടെ ഡാറ്റാ ബാങ്കിൽ സംഭരിക്കപ്പെടുന്നു. ഇത് കർമ്മത്തിൻ്റെ വിത്തായി തീരുന്നു. പ്രവർത്തനം ചിന്താതലത്തിലോ വാഗ്തലത്തിലോ ആകാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ 3 തലങ്ങളിലും കർമ്മം ഉണ്ടാകുന്നു. കർമ്മം എത്ര ശക്തിമത്തായതാണ്, അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു കഥ ഞാൻ പറയാം. കഥ: ഒരാൾ ഒരു സ്ത്രീയെ അഗാധമായി സ്നേഹിച്ചു. ആ കാലത്ത് അയാൾ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അവരും ഒരു വിദ്യാർത്ഥിനി ആയിരുന്നു. രണ്ടുപേർക്കും സ്വന്തമായി വരുമാനമുണ്ടായിരുന്നില്ല. അതിനു പുറമെ ജാതി വ്യത്യാസവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരുടെയും മാതാപിതാക്കൾ ആ പ്രേമബന്ധത്തിന് തടസ്സം നിന്നു. പ്രശ്നം എന്തായാലും അവർക്ക് വിവാഹം കഴിക്കുവാൻ കഴിഞ്ഞില്ല. പുരുഷൻ പിന്നീട് ഒരു സ്കൂൾ അധ്യാപകനായി. വിവാഹ അഭ്യർത്ഥനയുമായി വീണ്ടും ചെല്ലാൻ അയാൾക്ക് കഴിയുന്നതിന് മുമ്പ് സ്ത്രീ രക്താർബുദം ബാധിച്ച് മരിക്കുകയും ചെയ്തു. ആ സ്ത്രീയെ അത്രയധികം സ്നേഹിച്ചിരുന്നതുകൊണ്ട് അയാൾ പിന്നെ വിവാഹം കഴിച്ചില്ല. ആ സ്ത്രീയും അയാളെ സ്നേഹിച്ചിരുന്നു. ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞതുമില്ല. രണ്ടുപേരും തങ്ങളുടെ വേർപാടിൽ അഗാധമായി ദുഃഖിച്ചിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. അയാൾക്കിപ്പോൾ 54 വയസ്സായി. ക്ലാസ്സിലെ ഒരു പെൺകുട്ടി അയാളെ അത്യധികം സ്നേഹിക്കുവാൻ തുടങ്ങി. അവൾക്ക് കൗമാരപ്രായമായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അവൾക്കോ അയാൾക്കോ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അയാൾ ആ പെൺകുട്ടിയിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയുന്നത്ര ശ്രമിച്ചു. പക്ഷെ അവൾ അയാളെ വിടാൻ തയ്യാറായില്ല. അവളിൽ തൻ്റെ മുൻ കാമുകിയുടെ ആത്മാവിനെ കാണാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അവൾ അയാളെയും തിരിച്ചറിഞ്ഞില്ല. അത് മറ്റൊരു ജീവിതമായിരുന്നു. ഈ കാലമായപ്പോഴേക്ക് അയാൾക്ക് ശ്വാസകോശ അർബുദം ബാധിച്ചിരുന്നു. തൻ്റെ ആദ്യ കാമുകിയെ സ്വന്തമാക്കാൻ കഴിയാത്തതിലുള്ള അമർഷവും നിരാശയും മദ്യസേവയാൽ തൻ്റെ ശരീരത്തെ നശിപ്പിച്ചുകൊണ്ട് അയാൾ തീർക്കുകയായിരുന്നു. മദ്യപാനത്തോടൊപ്പം പുകവലിയിലും അയാൾ മുഴുകി. ആ തകർച്ചയിൽ നിന്ന് ഒരിക്കലും അയാൾക്ക് മോചനം കിട്ടിയില്ല. എന്നിട്ടും കൗമാരക്കാരിയായ വിദ്യാർത്ഥിനി അയാളെ പ്രേമിച്ചുകൊണ്ടിരുന്നു. താമസിയാതെ അധ്യാപകൻ ജോലിയിൽ നിന്ന് വിരമിച്ചു. കിടപ്പിലാകുകയും ചെയ്തു. അയാൾക്ക് സമ്മതമല്ലെങ്കിലും വിദ്യാർത്ഥിനി അയാളെ സന്ദർശിച്ചിരുന്നു. ചികിത്സയ്ക്ക് വേണ്ട പണം സാധാരണയായി അയാളുടെ കയ്യിൽ ഉണ്ടാകാറില്ല. തൻ്റെ ആഭരണങ്ങൾ വിറ്റ് അവൾ മരുന്ന് വാങ്ങാനുള്ള പണമുണ്ടാക്കി. ഒരു വയസ്സിനു വേണ്ടി ഇത്രയധികം ത്യാഗം സഹിക്കുന്നത് എന്തിനാണെന്ന് അയാൾ പലപ്പോഴും അവളോട് ചോദിച്ചു. അവൾക്ക് കൃത്യമായ ഉത്തരമുണ്ടായിരുന്നില്ല. എങ്കിലും അവൾ ഉറച്ചുനിന്നു. കുറച്ച് നാളുകൾക്കുള്ളിൽ അധ്യാപകൻ്റെ വീട്ടിലേക്ക് കൂടെയുള്ള അവളുടെ യാത്രയെക്കുറിച്ച് മാതാപിതാക്കൾ അറിഞ്ഞു. അവളുടെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായും അവർ കണ്ടെത്തി. അവർ ചോദ്യം ചെയ്തപ്പോൾ അവൾ സത്യം തുറന്നു പറഞ്ഞു. കോപാകുലനായ അച്ഛൻ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. സ്വന്തം അച്ഛനേക്കാൾ പ്രായം കൂടിയ ഒരാളെ അവൾ പ്രേമിക്കുന്നത് ലജ്ജാകരവും കുടുംബത്തിന് അപമാനകരവുമായി അദ്ദേഹം കണക്കാക്കി. മകളുടെ ഈ പ്രവൃത്തി തനിക്കും കുടുംബത്തിനും വലിയ മാനക്കേടും അപകീർത്തിയും ഉണ്ടാക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. സമുദായം തനിക്കും കുടുംബത്തിനും ഭ്രഷ്ട് കൽപ്പിക്കുമെന്നും അദ്ദേഹം ഭയന്നു. അവൾക്ക് പോകാൻ ഒരിടവും ഉണ്ടായിരുന്നില്ല. അവൾ അധ്യാപകൻ്റെ വീട്ടിലേക്ക് തന്നെ പോയി. അദ്ദേഹത്തിൻ്റെ ഇച്ഛയ്ക്കെതിരായി അവിടെ താമസിച്ചു. അദ്ദേഹം ശാരീരികമായും മാനസികമായും കഠിന വേദന അനുഭവിക്കുകയായിരുന്നു. പണമില്ലാത്തതുകൊണ്ട് അവൾ തൻ്റെ പഠനം പകുതിക്ക് വെച്ച് നിർത്തി. ഒരു തുണിക്കടയിൽ ജോലി ചെയ്ത് ഉപജീവനം നടത്തി. അയാൾ 1-2 മാസത്തിനുള്ളിൽ മരിച്ചേക്കുമെന്ന് ഒരു ദിവസം ഡോക്ടർമാർ അവളോട് പറഞ്ഞു. തന്നെ വിവാഹം കഴിക്കുവാൻ അവൾ അയാളോട് ആവശ്യപ്പെട്ടു. അയാൾ നിരസിച്ചു. അവൾക്ക് ഔചിത്യബോധം ഉണ്ടാക്കുവാനായി അയാൾ വളരെ ശ്രമിച്ചു.
തനിക്ക് ഒരു കുട്ടിയെ തരികയെങ്കിലും ചെയ്യുവാൻ അവൾ അയാളോട് അപേക്ഷിച്ചു. അയാൾ അതും നിരാകരിച്ചു. അവളുടെ കർക്കശമായ സമ്മർദ്ദത്തിന് വഴങ്ങി അവസാനം തൻ്റെ രോഗാവസ്ഥ വിസ്മരിച്ചുകൊണ്ട് അയാൾ സമ്മതിച്ചു. അവൾ അയാളിൽ നിന്ന് ഗർഭം ധരിച്ചു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അയാൾ മരിച്ചു. അയാളുടെ വീടും പുരയിടവും അവളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു. അവൾ ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. അവൾ അപ്പോൾ 20കളുടെ തുടക്കത്തിൽ ആയിരുന്നു. പിന്നീട് അവൾ സ്വത്തുക്കൾ വിറ്റ് ബാംഗ്ലൂരിനടുത്തുള്ള ഒരു ആശ്രമത്തിലേക്ക് പോയി. ആശ്രമാധിപതി അമ്മയെയും കുഞ്ഞിനെയും ദത്തെടുത്തു. ആദ്യം മുതൽ തന്നെ കുട്ടി വളരെ പക്വതയുള്ളവനായിരുന്നു. അമ്മ തൻ്റെ കാർമ്മിക പരിപാടികൾ പൂർത്തിയാക്കി വേഗം തന്നെ ആത്മീയ പാതയിൽ എത്തിച്ചേർന്നു. കർമ്മം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്. സമൂഹത്തിനും മാതാപിതാക്കൾക്കും അവളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർ അവളെ ചിത്തഭ്രമമുള്ളവളെന്ന് കുറ്റപ്പെടുത്തി. അവർ ചെയ്തത് എന്തിനു വേണ്ടി ചെയ്തു എന്ന് അവൾക്കും അറിയില്ലായിരുന്നു. കാർമ്മിക പ്രചോദനം അവളെക്കൊണ്ട് അത് ചെയ്യിച്ചു. അതാണ് കർമ്മത്തിൻ്റെ ശക്തി. മുജ്ജന്മത്തിലെ കാമുകനായ അധ്യാപകനുമായുള്ള അവളുടെ കാർമ്മിക വൃത്തി പൂർത്തിയായപ്പോൾ അവളുടെ മാർഗം ഏതാണെന്ന് അറിഞ്ഞിരുന്ന ആശ്രമത്തിലെ ഗുരു അവളെയും കുട്ടിയെയും ദത്തെടുക്കുകയും അവരെ പരിപാലിക്കുകയും ചെയ്തു. കഴിഞ്ഞ ജന്മത്തിൽ കാമുകനെ വിട്ടുപിരിയേണ്ടി വന്നതിൽ അവൾ അത്രയധികം ഖേദിച്ചിരുന്നു. അതുകൊണ്ട് ഈ ജന്മത്തിൽ അതായിരുന്നു അവളുടെ ഏറ്റവും പ്രധാനമായ പരിപാടി. മറ്റെല്ലാം അപ്രധാനമായിരുന്നു. ഇത് നിങ്ങളുടെ ചിന്തയ്ക്ക് വ്യക്തത വരുത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലപ്പോഴും ശരിയായ ഒരു ജീവിത കഥ പല സിദ്ധാന്തങ്ങളെക്കാൾ ഭംഗിയായി കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ചോദ്യം: ഒരാളുടെ ജീവിതാവസ്ഥകൾ കർമ്മഫലമാണെന്നും സാഹചര്യങ്ങൾ ദൈവകൃപയെ അടിസ്ഥാനമാക്കിയുള്ളവയാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഇത് ശരിയായ ഒരു പ്രസ്താവനയാണോ? അല്ലെങ്കിൽ ഇത് ഒന്ന് വിശദീകരിക്കാമോ? ഉത്തരം: കർമ്മത്തെ സാമാന്യമായി രണ്ടായി തരംതിരിക്കാം. ഒന്ന്, ഈ സ്ഥൂല ശരീരവും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അനുഭവങ്ങളും എടുക്കുവാൻ കാരണമായ ഒരു കൂട്ടം പ്രാരാബ്ധ കർമ്മങ്ങൾ. രണ്ട്, പഴയ ഒരു കൂട്ടം കർമ്മങ്ങൾ തീർക്കുവാനായി നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ സമ്പാദിച്ചു കൂട്ടുന്ന പുതിയ കർമ്മങ്ങൾ, ആഗമ്യ കർമ്മങ്ങൾ. ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇവ രണ്ടും ചേർന്ന് ഒരു മിശ്രിതമായി തീരുന്നു. ചിലപ്പോൾ പഴയതും അടുത്ത കാലത്ത് സമ്പാദിച്ചതും തമ്മിൽ തിരിച്ചറിയുവാൻ കഴിയാതെ വരും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു സംഭവത്തെ ഉപബോധത്തിൽ ചേർക്കുന്നത് വികാരമാണ്. അത് അന്തിമമായി നിങ്ങളുടെ കാര്യപരിപാടി അഥവാ കർമ്മമായി തീരുന്നു. ദൈവത്തിൻ്റെയോ ഗുരുക്കന്മാരുടെയോ കൃപ നിങ്ങളുടെ സൈക്കിളിൻ്റെ ചങ്ങലയിൽ എണ്ണയിടുന്നു. നിങ്ങൾക്ക് സൈക്കിൾ ഓടിച്ചേ മതിയാകൂ. ചങ്ങലയിൽ എണ്ണയിടുന്നത് സവാരി അനായാസമാക്കുന്നു. നിങ്ങൾ നിർവ്വാണത്തിൻ്റെ വക്കത്തെത്തുമ്പോൾ പല ഗുരുക്കന്മാരും നിങ്ങളുടെ സംസ്കാരത്തിൻ്റെയും കർമ്മത്തിൻ്റെ പോലും അവശിഷ്ടങ്ങളെ എടുത്തു മാറ്റുകയും നിങ്ങളുടെ വിമോചനത്തെ സഹായിക്കുകയും ചെയ്തേക്കാം. അങ്ങനെയല്ലാതെ ഒരു ഗുരുവും ആരുടെയും കർമ്മത്തെ എടുക്കുന്നില്ല. എങ്ങനെയാണ് വിമോചിതരായി സ്ഥിതി ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഗുരു ജനങ്ങളെ പഠിപ്പിക്കുന്നു. വിമോചിതരായി നിലനിൽക്കുമ്പോൾ കർമ്മങ്ങൾ കുറയുന്നു. നിങ്ങളുടെ യാത്രയിൽ പൂർവ്വനിശ്ചിതമായ കാര്യങ്ങൾ അനുക്രമമായി സംഭവിക്കുന്നു. കാർമ്മിക വഴിയടയാളങ്ങൾ കൃത്യമായി അനുസരിക്കപ്പെടുന്നു. എല്ലാം അതിൽ ഉൾപ്പെടുന്നു. ഒരു കുടുംബത്തിന് സന്താനലാഭം അനുഭവിക്കാനുള്ള കാർമ്മിക പരിപാടി ഇല്ലെങ്കിൽ അവർക്കൊരിക്കലും കുട്ടികൾ ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് ഒരു കോടീശ്വരനാകാനുള്ള അർഹതയുണ്ടെങ്കിൽ നിങ്ങൾ കോടീശ്വരനാകും. ആർക്കും അത് തടയാൻ കഴിയുകയില്ല. മുൻകൂട്ടി നിശ്ചയിച്ച പദ്ധതി അങ്ങനെ നിർവഹിക്കപ്പെടുന്നു. ജയ് മോഹൻജി.